എല്ലാ വെടിനിർത്തൽ കരാറുകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും ഫലസ്തീനിലെ ഗസയിൽ വ്യോമാക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഏതാനും ചില ഡെഡ് ബോഡികൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ ഇസ്രായേൽ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിൽ പങ്കെടുത്ത ഒരുപാട് രാഷ്ട്രങ്ങളുണ്ടല്ലോ, അവരൊക്കെ എവിടെ നോക്കി നിൽക്കുകയാണ്? ഇസ്രായേൽ ഈ രൂപത്തിൽ ആക്രമണം പുനരാരംഭിക്കുമ്പോൾ എന്തുകൊണ്ട് അവർ അത് തടയുന്നില്ല? അവർക്ക് എന്തുകൊണ്ട് സൈനിക നീക്കം നടത്താൻ സാധിക്കുന്നില്ല? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരും. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വെടിനിർത്തൽ കരാറിൽ പങ്കെടുത്ത രാഷ്ട്രങ്ങൾ അതെല്ലാം അതിഥികൾ മാത്രമാണ്. അതേ സമയത്ത് ഇസ്രയേലും അമേരിക്കയും തമ്മിലാണ് ഈ ഒരു കരാർ നടന്നിട്ടുള്ളൂ. നേരെ മറിച്ച് ബാക്കിയുള്ള എല്ലാ അറബ് രാഷ്ട്രങ്ങളും അവിടെ ഒരു അതിഥികൾ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്ന രാഷ്ട്രങ്ങളുണ്ടെങ്കിൽ അവര് ശക്തമായ രാഷ്ട്രങ്ങളായിരിക്കണം. അങ്ങനെയാകുമ്പോഴല്ലേ ഈ ഒരു രാഷ്ട്രം വീണ്ടും ആക്രമണം ആരംഭിക്കുമ്പോൾ അവരെ തടയാൻ സാധിക്കുകയുള്ളൂ. ആ കൂട്ടത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും അമേരിക്കയുടെ ആയുധം വാങ്ങുന്നവരാണ്. തുർക്കിയെ നമുക്ക് മാറ്റി നിർത്താം, പക്ഷെ തുർക്കിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, അത് ഞാൻ പറഞ്ഞു വരുന്നു. പക്ഷെ ഈ അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അമേരിക്കയുടെ ആയുധങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അമേരിക്കയുടെ അനുമതി വാങ്ങിയതിനു ശേഷമേ അത് യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇത് ഈ ആയുധം വാങ്ങുന്ന സമയത്ത് തന്നെയുള്ള കരാറുകളാണ്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രവുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഈ ആയുധം ഉപയോഗിക്കാനുള്ള അനുമതി എന്നത് ഇമ്പോസിബിൾ ആയ ഒരു കാര്യം തന്നെയാണ്. അതേസമയം തുർക്കിയാണെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന വല്ല സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇസ്രായേൽ അതിനെ സ്വാഗതം ചെയ്യും. ഇസ്രായേലും അമേരിക്കയും ആ കാര്യത്തെ സ്വാഗതം ചെയ്യുമെന്നതിൽ സംശയമില്ല. കാരണം ഇസ്രായേലും അമേരിക്കയും അവരുടേതല്ലാത്ത എല്ലാ ടെക്നോളജികളെയും സാങ്കേതിക വിദ്യകളെയും തടയുന്നവരാണ്. അങ്ങനെ ഒരു പുരോഗതി ഏത് രാഷ്ട്രത്തിൽ ഉണ്ടാവുകയാണെങ്കിലും അതിനെയെല്ലാം തടയാൻ ശ്രമിക്കുന്ന ടെക്നോളജിയുടെ ശത്രുക്കളാണ്. അതായത് അവരുടേതല്ലാത്ത എല്ലാ ടെക്നോളജികളും കണ്ടുപിടുത്തങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല അടിച്ചമർത്തുന്ന രാഷ്ട്രങ്ങളാണ്. അതാണ് ഇപ്പോൾ നാം ഇറാനിലും ഉത്തര കൊറിയയെ ഭീഷണിപ്പെടുത്തി, പക്ഷെ അവർ വഴങ്ങിയില്ല. ചൈനയും റഷ്യയും അത് അമേരിക്കയുടെ പിടുത്തത്തിന് അപ്പുറത്താണ്. എന്നാൽ തുർക്കി ഇപ്പോൾ ലോകത്തെ പ്രത്യേകിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ വലിയ ടെക്നോളജി രംഗത്ത് അവരുടെ അസൽസാനും അതുപോലെ തന്നെ റോക്കറ്റ് സാൻ തുടങ്ങിയ കമ്പനികൾ, നമുക്കറിയാം ലേസർ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ AI സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഡ്രോൺ സംവിധാനങ്ങൾ, ഇതിലെല്ലാം തുർക്കി ലോകത്തെ ഞെട്ടിച്ച് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതിസന്ധി നേരിടാനുള്ള സാധ്യതയുണ്ട്. കാരണം യുദ്ധവിമാനങ്ങൾ തുർക്കിയുടെ കയ്യിൽ ഉണ്ടെങ്കിലും തുർക്കി ഇപ്പോൾ ലോകത്തെ വൻ ശക്തികളെ നേരിടണമെങ്കിൽ കൂടുതൽ യുദ്ധവിമാനം തുർക്കിക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് F-35 അതുപോലെ തന്നെ F-16 ഒക്കെ അമേരിക്കയിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഇനി അതല്ല എങ്കിൽ അമേരിക്കയിൽ നിന്ന് അതിന്റെ ജെറ്റ് എഞ്ചിനുകളെങ്കിലും തുർക്കിക്ക് ലഭിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് അമേരിക്ക നിരസിച്ച ഒരു ഘട്ടത്തിലാണ് യൂറോ ഫൈറ്റർ ബ്രിട്ടനിൽ നിന്നും തുർക്കി ഇപ്പോൾ വാങ്ങാൻ വേണ്ടിയുള്ള കരാറിൽ എത്തി എന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം 5ാം തലമുറയിലെ യുദ്ധവിമാനം അവർ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് യഥേഷ്ടം അതിന്റെ ജെറ്റ് എഞ്ചിനുകൾ ഉണ്ടാക്കാനുള്ള പരിമിതി കാരണം വളരെ പെട്ടെന്ന് യുദ്ധവിമാനങ്ങൾ കൂടുതൽ ഉണ്ടാക്കുക എന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. എന്നാൽ തുർക്കി വളരെ കുറഞ്ഞ കാലം കൊണ്ട് വലിയൊരു ശക്തിയായി വളരുമെന്നത് ഇസ്രായേലും അമേരിക്കയും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി തുർക്കിയെ അടിച്ചമർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അജണ്ട തന്നെയാണ്. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി തുർക്കി അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രായേലും അമേരിക്കയും ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഇറാനും തുർക്കിയെ ഒരു പരിധിയിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. കാരണം തുർക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാഖ്, സിറിയ ഇതിനെയെല്ലാം മോചിപ്പിച്ചെടുക്കുക എന്നത്, അതിനെല്ലാം ഏകീകരിച്ചു കൊണ്ടുവരിക എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മാത്രമല്ല, തുർക്കി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യുദ്ധത്തിന് ഒരുങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും തീർച്ചയായും അഹമ്മദ് ഷറ എന്നറിയപ്പെടുന്ന തുർക്കിയിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയെ ഇസ്രായേൽ വകവരുത്തുക തന്നെ ചെയ്യും. മാത്രമല്ല, ഡമസ്കസും അതുപോലെ തന്നെ സിറിയയുടെ പല ഭാഗങ്ങളും ഇസ്രായേൽ പിടിച്ചടക്കുകയും ചെയ്യും. ഡമസ്കസ് ഇസ്രായേലിന്റെ പരിധിക്കുള്ളിലാകും അങ്ങനെ ഒരു യുദ്ധമുണ്ടാകുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ തുർക്കി ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു എടുത്തുചാട്ടത്തിലേക്ക് ഒരിക്കലും കടന്നു വരികയില്ല. നമുക്കറിയാം, ഹാർട്ടിന് ഓപ്പറേഷൻ നടന്ന ഒരു വ്യക്തി തൊട്ടടുത്ത ദിവസം യുദ്ധത്തിലേക്ക് കടക്കണമെന്ന് പറയുന്നത് അത്ര അഭികാമ്യമല്ല. നേരെ കുറച്ച് 1-2 മാസം കഴിഞ്ഞതിന് ശേഷം അതിനുള്ളൊരു ശക്തി ആർജിച്ചതിന് ശേഷമായിരിക്കണം യുദ്ധത്തിലേക്ക് കടന്നു വരേണ്ടത്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം
മറ്റൊരു പരിമിതിയാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന കാര്യത്തിൽ തുർക്കി അത്ര തന്നെ മുന്നോട്ട് എത്താത്ത ഒരു സാഹചര്യമുണ്ട്. അതും തുർക്കിക്ക് ഇങ്ങനെയുള്ള ഒരു യുദ്ധത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെക്നോളജികൾ വളരെ വേഗതയിൽ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, അമേരിക്കയിൽ നിന്ന് വാങ്ങിയ F-16 യുദ്ധവിമാനങ്ങൾ വരെ അമേരിക്കയുടേതല്ലാത്ത ഒരു പ്രോഗ്രാമിംഗ് സംവിധാനം അതിൽ കൊണ്ടുവരികയും അമേരിക്കയുടെ നിയന്ത്രണം പൂർണ്ണമായി അതിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്ത ഒരു രാഷ്ട്രമാണ് തുർക്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുർക്കിക്ക് ആയുധം നൽകുന്നിടത്ത് അമേരിക്കക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാരണവും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇച്ഛക്കനുസരിച്ച് മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മുന്നോട്ട് പോവുകയുള്ളൂ.